ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം നടക്കും. ജനുവരി 18 മുതൽ 25 വരെയാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുക. പെരികമന ശ്രീനാഥ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുക എന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 18-ന് ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് ഭക്തർ ആനയിക്കും. വൈകിട്ട് 6:30-ന് റിട്ടയർഡ് പ്രൊഫസറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സി വി കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. ആചാര്യവരണത്തെ തുടർന്ന് ശ്രീനാഥ നമ്പൂതിരി മഹാത്മ്യ പ്രഭാഷണം നടത്തും. 22-ന് വ്യാഴാഴ്ച ശ്രീകൃഷ്ണാവതാര ദിവസം തിരുവാതിരക്കളി, കോൽക്കളി എന്നിവ നടക്കും. 23-ന് വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ദിവസം പെരുമ്പിള്ളിശ്ശേരി ചേന്നംകുളങ്ങര വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് സ്വയംവര ഘോഷയാത്ര നടക്കും. നാദസ്വരത്തിന്റെ അകമ്പടിയോടെയുള്ള സ്വയംവര ഘോഷയാത്ര തുടർന്ന് യജ്ഞമണ്ഡപത്തിൽ പ്രവേശിക്കും. യജ്ഞ ദിവസങ്ങളിൽ പ്രസാദഊട്ടും സമാപന ദിവസമായി 25-ന് ഞായറാഴ്ച മഹാപ്രസാദഊട്ടും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എം രാമചന്ദ്രൻ, സെക്രട്ടറി ടി.എൻ. ബാലൻ, പ്രവീൺ ആഞ്ചേരി, പി. രാഘവൻ നായർ, എം.ബി. ബാബു, കെ. രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 8ാമത് ഭാഗവത സപ്താഹമാണ് ഈ മാസം 18-ാം തീയതി ആരംഭിക്കുന്നത്. 18-ാം തീയതി ആരംഭിച്ച് 25-ാം തീയതി അവസാനിപ്പിക്കുന്നു. ഇതിലെ പ്രധാന ആചാര്യൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പെരികമന ശ്രീനാഥ നമ്പൂതിരി ആണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഏറ്റവും ഭംഗിയായും ചിട്ടയായും നടത്തുന്നതിനുള്ള ഉത്സാഹത്തിലാണ് സപ്താഹ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും എല്ലാം. ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ഈ സപ്താഹം കൊണ്ടാടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നരസിംഹമൂർത്തി ആയതുകൊണ്ട് നമുക്ക് ഈ ഉത്സവങ്ങൾ ആനയെ എഴുന്നള്ളിച്ചിട്ടോ ഉള്ള ഉത്സവങ്ങളൊന്നും നടത്താൻ അവിടുത്തെ ആചാരങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് നടത്തുന്നത്. ഇപ്പോൾ സപ്താഹം, അതുപോലെ തന്നെ നരസിംഹ ജയന്തി, പ്രതിഷ്ഠാദിനം, അതേപോലെ മഹാഗണപതി ഹോമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ നാട്ടുകാരും എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് ഇതിന് നടത്തിപ്പിന് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ പിന്തുണയും നമുക്ക് അദ്ദേഹം നമ്മുടെ ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. വളരെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇന്നിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ക്ഷേത്രം വളർന്നു കഴിഞ്ഞു.